എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞു. ഇനി വോട്ടെണ്ണലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മെയ് 4 ശേഷം പുതിയൊരു സർക്കാരാണ് നമ്മെ വരവേൽക്കുക. മൂന്നാം പിണറായി സർക്കാർ, അല്ലെങ്കിൽ നിലവിൽ പ്രതിപക്ഷത്തിരിക്കുന്ന UDF. ഇവരിൽ ആര് വന്നാലും ക്ഷേമ പെൻഷൻ 3000 ആക്കും എന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. എന്നാൽ ഇതിൽ വാദപ്രതിവാദങ്ങൾ ഇലക്ഷൻ സമയത്ത് കേട്ടിരുന്നു. പ്രധാനമായും LDF UDFനെതിരെ ഉന്നയിച്ച ആരോപണമായിരുന്നു ക്ഷേമ പെൻഷൻ 18 മാസത്തെ കുടിശ്ശികയാക്കിയിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിഞ്ഞത്. അത് പിന്നീട് കൊടുത്തു തീർത്തത് LDF മുന്നണിയാണ് എന്നും LDF സർക്കാരാണ് എന്നും വാദിച്ചിരുന്നു. UDF വീണ്ടും അധികാരത്തിൽ വന്നാൽ ക്ഷേമ പെൻഷൻ പൂർണ്ണമായും നിർത്തലാക്കുമെന്നും മുടങ്ങും എന്നും LDF വാദിച്ചിരുന്നു. 3000 രൂപ ക്ഷേമ പെൻഷൻ LDF സർക്കാരിന് മാത്രമേ നൽകാൻ കഴിയൂ എന്നും അവർ വാദിച്ചിരുന്നു. എന്നാൽ UDF സർക്കാരിന്റെ കാലത്ത്, അതായത് 2016 അവസാനിച്ച ഉമ്മൻചാണ്ടി ഭരണകാലത്ത് ക്ഷേമ പെൻഷൻ എങ്ങനെയായിരുന്നു? ഇനി UDF അധികാരത്തിൽ വരികയാണ് എങ്കിൽ ക്ഷേമ പെൻഷൻ മുടങ്ങുമോ എന്ന ആശങ്ക പല ആളുകൾക്കുമുണ്ട്. അതിനെക്കുറിച്ചുമാണ് പറയുന്നത്. അപ്പം അതിൽ ഓരോന്നും നോക്കുകയാണ് എങ്കിൽ 18 മാസത്തോളം ക്ഷേമ പെൻഷൻ പല ആളുകൾക്കും മുടങ്ങിയിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ കേരളത്തിൽ ക്ഷേമ പെൻഷൻ അർഹരായിട്ടുള്ള എല്ലാവർക്കും ഇത്തരത്തിൽ പെൻഷൻ മുടങ്ങിയിട്ടില്ല. ഇന്നത്തെ പോലെ DBT സംവിധാനം വഴി നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്കല്ല പെൻഷൻ വിതരണം ചെയ്തിരുന്നത്. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ച് LDF സർക്കാരാണ് ആ പദ്ധതി പ്രകാരം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പെൻഷൻ വിതരണം നൽകി തുടങ്ങിയത്. അതിനു മുമ്പുണ്ടായിരുന്ന സംവിധാനത്തിന്റെ അപാകതകൾ കൊണ്ടാണ് ഒരു വിധത്തിൽ പെൻഷൻ ആ തരത്തിൽ മുടങ്ങിയത്. ഫണ്ടിന്റെ ലഭ്യതക്കുറവ് കൊണ്ടും പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. 4-5 മാസം കൂടുമ്പോൾ ക്ഷേമ പെൻഷൻ 600 രൂപ വെച്ചുള്ള ക്ഷേമ പെൻഷൻ മണി ഓർഡറായി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എത്തിക്കുന്ന രീതിയായിരുന്നു അന്ന് വരെ പിന്തുടരുന്നത്. അത് ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്ത കാര്യമല്ല. അതിനു മുമ്പുണ്ടായിരുന്ന VS അച്യുതാനന്ദൻ സർക്കാരും എല്ലാം അതുപോലെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ സാർവത്രികമായിട്ട് കൂടുതൽ പേർക്ക് പെൻഷൻ വിതരണം ചെയ്തത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് എന്ന് പറയേണ്ടി വരും. 600 രൂപയായിരുന്നു അടിസ്ഥാന ക്ഷേമ പെൻഷൻ എങ്കിൽ 80 വയസ്സ് കഴിഞ്ഞവർക്ക് 1100 രൂപ പെൻഷൻ അന്ന് തന്നെ, അതായത് 2016 തന്നെ നൽകിയിരുന്നു. മാത്രമല്ല 3 പെൻഷൻ വരെ ഒരു ഗുണഭോക്താവിന് ലഭിച്ചിരുന്നു. അതായത് മറ്റ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട് എങ്കിൽ, മറ്റ് ക്ഷേമ ബോർഡ് പെൻഷൻ ലഭിക്കുന്നുണ്ട് എങ്കിൽ ക്ഷേമ പെൻഷന് അർഹത ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. 600 രൂപ വരെ മാത്രമാണ് ക്ഷേമ ബോർഡ് പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുക. അതുപോലെ 3 വരെ പെൻഷൻ ലഭിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞ വിധവയായിട്ടുള്ള വികലാംഗയായിട്ടുള്ള ഒരു സ്ത്രീക്ക് 3 പെൻഷൻ വരെ ലഭിച്ചിരുന്നു. വിധവാ പെൻഷനും വികലാംഗ പെൻഷനും വാർദ്ധക്യ പെൻഷനും ഒരുമിച്ച് ലഭിച്ചിരുന്നു. അതെല്ലാം നിർത്തലാക്കിയത് പിണറായി സർക്കാരാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് 1600ലേക്ക് പെൻഷൻ എത്തിച്ചത്. ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി വിതരണം ചെയ്തു തുടങ്ങിയത് കൊറോണ സമയത്താണ്. അതായത് 2016 മുതൽ അധികാരത്തിൽ കയറിയ പിണറായി സർക്കാർ അവസാന കാലത്താണ്, ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്താണ് എല്ലാ മാസവും അക്കൗണ്ടുകളിലേക്ക് തുക നൽകി തുടങ്ങിയത്. അതിനു മുമ്പ് 4-5 മാസം കൂടുമ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്ന രീതിയായിരുന്നു പിന്തുടർന്നത്. പിന്നെ ക്ഷേമ പെൻഷൻ വർധനവിന്റെ കാര്യം. ക്ഷേമ പെൻഷൻ വർധനവ് 10 വർഷം മുമ്പുള്ളതാണ് 600 രൂപ പെൻഷൻ എന്നുള്ളത്. ആ ഒരു സമയത്ത് ആ ഒരു പെൻഷൻ അതായിരുന്നു അന്നത്തെ വലിയ ഒരു തുക എന്നുള്ളത്. അത് വലിയ തുക എന്ന് പറഞ്ഞാൽ അന്ന് 600 രൂപക്ക് കിട്ടിയിരുന്ന സാധനങ്ങൾ ഇന്നത്തെ 2000 രൂപക്ക് കിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശരാശരി അരിവില അന്ന് 25 രൂപക്ക് താഴെയായിരുന്നു. എന്നാൽ ഇന്ന് 57 മുതൽ 60-65 രൂപ വരെ നല്ല അരിക്ക് നൽകേണ്ട സ്ഥിതിയുണ്ട്. സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ വരെ വില കൂടിയ സാഹചര്യം ഇന്നുണ്ട്. പെട്രോൾ ഡീസൽ വിലയിൽ 40 രൂപ വരെ വർദ്ധിച്ചു. മാത്രമല്ല ഇപ്പോൾ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിൽ മാത്രം 2 രൂപ വീതം ഓരോ ലിറ്റർ പെട്രോളിനും ഡീസലിനും ഈടാക്കുന്നുമുണ്ട്. മദ്യത്തിന് 20 രൂപ സെസ്സും ഈടാക്കുന്നുണ്ട്. അതൊന്നും 2016 ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ LDF ആരോപിച്ച ഒരു കാര്യം, UDF വീണ്ടും അധികാരത്തിൽ വന്നാൽ പഴയതുപോലെയാകും, പെൻഷൻ മുടങ്ങിപ്പോകും എന്നൊക്കെ ഉള്ളതാണ്. 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾ ഇത് കേട്ടിട്ട് ആശങ്ക ഉള്ളവർ പല ആളുകളും ഉണ്ട്. നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു, വാട്സപ്പിൽ ഇങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു മറുപടി എന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ, നിലവിൽ ലഭിക്കുന്നത് പോലെ തന്നെ ക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷനൊക്കെ മുന്നോട്ട് പോകാനാണ് സാധ്യത.
ഈ സർക്കാർ പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ 2 വർഷം മുമ്പ് 5 മാസം വരെ ക്ഷേമ പെൻഷൻ മുടങ്ങിയിരുന്നു. ഇപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 18 മാസത്തെ മുടങ്ങി. ഇപ്പോൾ അവസാനമായി 6 മാസത്തെ വിതരണം ചെയ്തു എങ്കിലും ഇപ്പോഴും 12 മാസത്തിലധികം കുടിശ്ശികയാണ് ഉള്ളത്. അതിന് പിണറായി സർക്കാർ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. ആ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കെട്ടിട നിർമ്മാണ സെസ് എന്ന പേരിൽ ഓരോ വീട് അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്നും വലിയ തുക കെട്ടിട നിർമ്മാണ സെസ് പിരിച്ചു തുടങ്ങിയിട്ട് 3 വർഷമായി. എന്നിട്ട് പോലും ഈ ഒരു പെൻഷൻ വിതരണം പൂർണ്ണമായും ചെയ്തു തീർക്കാൻ ഇപ്പോഴുള്ള സംസ്ഥാന സർക്കാരിന് ആയിട്ടില്ല എന്നുള്ളതും വാസ്തവമാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുമ്പോൾ സാധാരണക്കാരായ 62 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. നിലവിൽ ലഭിക്കുന്ന 2000 രൂപ മുടങ്ങാതെ ലഭിക്കുകയും കൃത്യമായിട്ട് തന്നെ ഇടവേളകളിൽ പെൻഷൻ വർധനവ് ഉണ്ടാകും. അത് LDF ആയാലും UDF ആയാലും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2500 എത്തിക്കും എന്ന് പറഞ്ഞ പെൻഷൻ 2000 എത്തിച്ചുകൊണ്ടാണ് പിണറായി സർക്കാർ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി അവസാനിപ്പിച്ചത്. അപ്പോൾ 3000 എന്ന് പറയുന്നത് പിണറായി സർക്കാർ ആണെങ്കിൽ പോലും 2500 എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ തവണത്തെ പോലെ അവസാന സമയത്തായിരിക്കും. ഇനി UDF ആണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ ഏത് സമയത്തൊക്കെയാണ് പെൻഷൻ വർദ്ധിപ്പിച്ച് 3000 എത്തിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതുമാണ്. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. അന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ദൂരേക്കും ബൈ.